എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഷാഡോ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പാലസ്തീൻ അതിനോടനുബന്ധിച്ചുള്ള ലോക വാർത്തകളാണല്ലോ നമ്മളിവിടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് പുതിയ ഒരു അപ്ഡേറ്റ് പറയുവാൻ വേണ്ടിയാണ് കടന്നു വന്നിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ തന്നെ നമ്മളുടെ മീഡിയകൾ പലപ്പോഴും ഇങ്ങനെയുള്ള വാർത്തകളൊന്നും പ്രസിദ്ധീകരിക്കാതെ ഇരിക്കുകയാണ്. അവർക്ക് അവരുടേതായ അജണ്ടകളുമായിട്ട് അവർ മുൻപോട്ട് പോകുമ്പോൾ നമ്മളിൽ പലർക്കും വാർത്തകൾ അറിയുവാനും മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നതായിട്ടുള്ള വാർത്തകൾ, പ്രത്യേകിച്ച് ഇസ്രായേൽ പാലസ്തീൻ ഇറാനോടൊക്കെയുള്ള ബന്ധത്തിലുള്ള വാർത്തകൾ കേൾക്കുവാൻ വേണ്ടിയും അറിയുവാൻ വേണ്ടി താല്പര്യമുള്ള അനേകം പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള അപ്ഡേറ്റ്സ് ആണ് ഈ ചാനലിൽ കൂടുതലും ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ പുതിയതായിട്ടുണ്ടായിരിക്കുന്നതായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് നമുക്കറിയാം. ഇസ്രയേൽ ഏകദേശം 6 ഫ്രണ്ടിലാണ് ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കറിയാം ഇസ്രയേൽ ഇപ്പോൾ ഇറാനുമായിട്ടുള്ള ഒരു ഫ്രണ്ട് വാറിലാണ്. നേരിട്ടല്ലെങ്കിൽ പോലും ഇറാനുമായിട്ട് ഒരു ഫ്രണ്ട് വാർ ഉണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഹമാസുമായിട്ട് അക്ഷരാർത്ഥത്തിൽ വലിയൊരു യുദ്ധമാണ് അവരുമായിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ ഹിസ്ബുള്ളയുണ്ട്, ഹൂത്തികളുണ്ട്, അതുപോലെ തന്നെ ഇറാഖിൽ അവിടെയുള്ളതായിട്ടുള്ള തീവ്രവാദ സംഘടനകൾ, സിറിയയിലെ തീവ്രവാദ സംഘടനകൾ, അതുപോലെ തന്നെ ഹമാസിനോടൊപ്പം ചേർന്ന് മറ്റ് പലസ്തീൻ ജിഹാദിസ്റ്റുകളൊക്കെ അവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ ഇറാൻ്റെ ബാക്കപ്പ് ആയിരിക്കുന്നതായിട്ടുള്ള ഈ തീവ്രവാദ സംഘടനകൾ ഇസ്രായേലിന് ചുറ്റും വളയം തീർത്തുകൊണ്ട് നമ്മളതിനെ റിംഗ് ഓഫ് ഫയർ എന്നാണ് പറയാറുള്ളത്. ആ രീതിയിലാണ് അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പുതിയതായിട്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ്സ് ഇസ്രായേലിന് പുതിയൊരു ഫ്രണ്ട് വാർ കൂടി സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ്. അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഓൾറെഡി തന്നെ. കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപാണ് ഇസ്രായേലിൻ്റെ ഫോറിൻ മിനിസ്റ്റർ കൺഫേം ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ പുതിയൊരു യുദ്ധമുഖം കൂടി വെസ്റ്റ് ബാങ്കിൽ തുറന്നിരിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം ഈ വെസ്റ്റ് ബാങ്ക് എന്ന് നമ്മൾ പലരും കേട്ടിട്ടുള്ളതാണ്. ബൈബിളിൽ ഇതിനെ ജുദിയ ശമരിയ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. വളരെ ഹിസ്റ്റോറിക്കലി പ്രാധാന്യം അർപ്പിക്കുന്നതായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ജുദയോ ശമരിയ. പല ബൈബിൾ സംഭവങ്ങളും ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട 2 പേരുകളാണ് ഇതെന്ന് കാണുവാൻ സാധിക്കും. ആ സ്ഥലമാണ് ഇന്ന് അറിയപ്പെടുന്ന ഈ വെസ്റ്റ് ബാങ്കിൻ്റെ പ്രദേശങ്ങളെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവിടെയും നമുക്കറിയാം ചില നാളുകളായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുൻപോട്ട് പോവുകയായിരുന്നു. എന്നാൽ നമുക്കറിയാം ഇപ്പോൾ ഈ ഇറാൻ്റെ ഏറ്റവും വലിയ തീവ്രവാദ ഗ്രൂപ്പിൽ സ്ട്രെങ്ത് ആയിരുന്നതായിട്ടുള്ള 2 ഗ്രൂപ്പായിരുന്നു. ഒന്ന് ഹിസ്ബുള്ളയും ഒന്ന് ഹമാസും. ഇസ്രായേലിനെതിരെ വളരെ ഫലപ്രദമായിട്ട് ഹമാസിനെ ആയിരുന്നു എല്ലാ തവണയും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഹിസ്ബുള്ളയെ വിളിക്കുന്നത് തന്നെ ക്രൗൺ ഓഫ് ജുവൽ എന്നാണ് വിളിക്കുന്നത്. ഇറാൻ്റെ ക്രൗൺ ഓഫ് ജുവൽ എന്നാണ് ഹിസ്ബുള്ളയെ പറ്റി പറയുന്നത്. കാരണം അവർ ഹിസ്ബുള്ളയെ തകർക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇറാൻ്റെ ഒരിക്കലും നികത്താൻ പറ്റാത്ത വലിയൊരു നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഇറാനെ അനാവശ്യമായിട്ട് ഹിസ്ബുള്ളയെ ആക്ടിവേറ്റ് ചെയ്യാറില്ലായിരുന്നു. എന്നാൽ കൂടുതൽ സമയവും ആക്ടിവേറ്റ് ചെയ്തിരുന്നത് ഗാസയിൽ നിന്നും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളെയും ഹമാസിനെയൊക്കെ ആയിരുന്നു ഇസ്രായേലിനെതിരെ പലപ്പോഴും ആക്ടിവേറ്റ് ചെയ്തിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. വെസ്റ്റ് ബാങ്ക് പൊതുവേ കുറേ നാളുകളായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം ഇസ്രായേൽ മിലിറ്ററി അല്ലെങ്കിൽ IDF വളരെ ശക്തമായിട്ട് ഹമാസിനെ പ്രതിരോധിക്കുകയും ഏതാണ്ട് ഹമാസിൻ്റെ ശക്തി അവിടെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം ദിവസം തോറും അനേകം ടണലുകളാണ് ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ അനേകം പോരാളികൾ എന്ന് അവർ അറിയപ്പെടുന്ന ഈ തീവ്രവാദികൾ അവിടെ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ 40,000 എന്നൊക്കെ പറഞ്ഞ് ഈ അവിടുത്തെ മരണനിരക്കൊക്കെ വരുമ്പോൾ നമ്മൊന്നും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ മരണനിരക്ക് തന്നെ കൊടുക്കുന്നത് ഹമാസിൻ്റെ ഒഫീഷ്യൽസാണ്.
ഈ മരണനിരക്ക് കൊടുക്കുന്നത്. അതിൽ തന്നെ വലിയ വിരോധാഭാസമാണ്. അതിൽ തന്നെ എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ വലിയ എക്സാജറേറ്റ് ചെയ്ത നമ്പേഴ്സാണ് അവിടെ കൊടുക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അവിടെ കുട്ടികളും കുഞ്ഞുങ്ങളും ഒക്കെ മരിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും വാർത്തകളിലൊക്കെ കാണുന്ന പോലെ അതിനുള്ള കാരണം നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഈ ഹമാസ് തീവ്രവാദികൾ അവരെ ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിക്കുന്നു. ആശുപത്രികളെ, സ്കൂളുകളെ, മോസ്കുകളെ, അഭയാർത്ഥി ക്യാമ്പുകളെ, ഇതൊക്കെയാണ് അവരുടെ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി അവിടെ ഭീകരന്മാർ ഒളിച്ചിരിക്കുകയും അവരോട് യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ പലപ്പോഴും ഈ സ്ത്രീകളും കുഞ്ഞുങ്ങളും അവിടെ ബോംബിടുമ്പോഴൊക്കെ മരിക്കാറുണ്ട്. എന്നാൽ ഇവർ ഈ കൊടുക്കുന്ന പോലെ 40,000 പേര് എന്നുള്ള സംഖ്യയൊക്കെ വളരെ എക്സാജറേറ്റ് ചെയ്തതായിട്ടുള്ള സംഖ്യ തന്നെയാണ്. അത് നമ്മൾ യാഥാർത്ഥ്യമായിട്ട് അന്വേഷിക്കുമ്പോൾ സത്യം മനസ്സിലാക്കുവാൻ വേണ്ടി അന്വേഷിക്കുന്നവർക്ക് അതിൻ്റെ സോഴ്സുകളൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിൽ തന്നെ വലിയൊരു ഏകദേശം 20,000-ലധികം ഹമാസിൻ്റെ തീവ്രവാദികൾ തന്നെയാണ് ഈ 40,000-ൽ വന്നിരിക്കുന്നത്. ഏതാണ്ട് 25,000 പേരോളം ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിൻ്റെ കണക്കിൽ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇസ്രയേൽ അവരെ കൊന്നിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ പറയുന്ന കണക്കൊക്കെ എത്രത്തോളം കള്ളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് കേൾക്കുന്ന പലരും വിചാരിക്കും ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന്. നിങ്ങൾക്കും അതിനുള്ള സോഴ്സൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ നമ്മളുടെ പല മീഡിയകളും, ലോകത്തുള്ള പല മീഡിയകളും, നമ്മളുടെ സോഷ്യൽ നെറ്റ്വർക്കിലൊക്കെ വരുന്നതായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ വരുന്നതായിട്ടുള്ള പല വാർത്തകളും ക്ലിപ്പുകളും വീഡിയോകളും ഒക്കെ നമുക്കറിയാം വളരെ അജണ്ടയോടും വളരെ വളരെ പ്ലാനിങ് ആയിട്ടാണ് പല കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ ഒരു നെറ്റ്വർക്ക് ശൃംഖല തന്നെ ഇതിനു വേണ്ടി ഉണ്ട്, ഇങ്ങനെ കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ നമുക്ക് കടന്നു വരാം. നമ്മൾ ഓർത്തതുപോലെ വെസ്റ്റ് ബാങ്ക് വളരെ ശാന്തമായിട്ട് കുറേ നാളുകളായിട്ട് പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോഴേ ഹമാസ് ഏകദേശം ഗാസയിലെ വളരെ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യുവാനില്ലാത്ത അവസ്ഥയിലേക്ക് അവർ മാറിയപ്പോൾ ഇറാൻ്റെ ശരിക്കും 2 ചിറകാണ്, ഒന്ന് ഹമാസും ഒന്ന് ഹിസ്ബുള്ളയെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടാണ്. അതിലൊരു ചിറകാണ് ഇപ്പോൾ ഒടിഞ്ഞിരിക്കുന്നതെന്ന്, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഒടിഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇറാന് അവിടുത്തെ ആ റിംഗ് ഫയറിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ ഇസ്രായേലിന് ചുറ്റും തയ്യാറാക്കി വച്ചിരിക്കുന്ന ഈ റിംഗ് ഫയറിൽ ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ IDF അതിനെ തകർത്തിരിക്കുന്നത്. അപ്പോൾ ഇറാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം, ഹമാസിന് പകരമായിട്ട് ഈ വെസ്റ്റ് ബാങ്കിൽ നേരത്തെ തന്നെ അനേകം തീവ്രവാദികളുണ്ട്. എന്നാൽ അവരെ വലിയ ആക്രമണങ്ങളൊന്നും നടത്താതെ അവർ മറ്റ് ലോക്കലിയുള്ള തീവ്രവാദമൊക്കെ ചെയ്ത് അവർ മുൻപോട്ട് പോവുകയാണ്. എന്നാൽ ഇതിൻ്റെയും പുറകിൽ ഇറാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇറാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഹമാസിൻ്റെ ഈ ഒരു തകർച്ചയോടുകൂടി വെസ്റ്റ് ബാങ്കിലെ തീവ്രവാദികളെ ഇപ്പോൾ അവർ ഒന്നിച്ചുകൂട്ടി ഇസ്രയേലിനെതിരായിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുവാനും ഇസ്രയേലിലെ ആളുകളെ തട്ടിക്കൊണ്ടുപോകാനും അവരെ കൊല്ലുവാനും ഒക്കെയുള്ള പ്ലാൻ അവർ ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്രകാരം ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസ് ആ വിവരങ്ങൾ ചോർത്തുകയും ഇസ്രയേൽ മിലിറ്ററി അവിടേക്ക് ഒരു മൂവ്മെൻറ്റ് നടത്തുകയാണ്. ഏകദേശം അവിടെ ചില ആക്രമണങ്ങൾ വരെ നടത്തിയെന്നാണ് അറിയുവാൻ സാധിച്ചത്. വരും ദിവസങ്ങളിൽ ഇസ്രായേലിൻ്റെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പുതിയൊരു വാർ മുഖം, അല്ലെങ്കിൽ ഒരു യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് എന്നാണ് ഇസ്രായേലിൻ്റെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ അറിയുവാൻ സാധിച്ചത് ഇസ്രയേലിൻ്റെ വലിയ ഒരു റെയ്ഡ് വെസ്റ്റ് ബാങ്ക് ഏരിയകളിൽ ഉണ്ടായിരിക്കുമെന്ന് ആണ് അറിയുവാനായിട്ട് സാധിച്ചത്. നമ്മളൊരു കാര്യം കൂടി ഓർക്കണം, ഇത് ചിന്തിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഈ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന് ഒന്നിനു പുറകെ ഒന്നായിട്ട് അവർക്ക് ചെയ്യാവുന്നതെല്ലാം അവർ ഇസ്രയേലിനെതിരെ ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം ചില നാളുകൾ നീണ്ടുപോകുമെന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇസ്രയേൽ ഉറച്ച തീരുമാനത്തിലാണ്. ഞങ്ങളുടെ ശത്രുക്കളെ എല്ലാം ഞങ്ങൾ നശിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ വിശ്രമിക്കൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഇസ്രയേൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് അവർ വെസ്റ്റ് ബാങ്കിലേക്കും നീങ്ങിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ചിലപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള വാർത്തകൾ നമുക്ക് നമ്മുടെ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ വരാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ നമ്മുടെ മാധ്യമങ്ങളൊക്കെ എപ്രകാരമായിരിക്കും ആ റിപ്പോർട്ട് പുറത്തു വിടുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ വിടുവാൻ പോകുന്നത് ഇസ്രയേലിൻ്റെ ക്രൂരത വെസ്റ്റ് ബാങ്കിലും എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ നമ്മൾ ഇനിയും കേൾക്കുവാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ സത്യം ഇസ്രയേലിന് മറ്റൊരു വഴിയുമില്ല. കാരണം ഇറാൻ അവിടെയുള്ള
തീവ്രവാദ ഗ്രൂപ്പുകളെ ഒന്നിച്ച് ഇപ്പോൾ അവിടെയും ആക്റ്റീവ് ചെയ്തിരിക്കുകയാണ്. ഇസ്രയേലിൽ ആക്രമണം നടത്തുവാനും തീവ്രവാദ ആക്രമണങ്ങൾ നടത്തി ആളുകളെ കൊല്ലുവാനൊക്കെയുള്ള കാര്യങ്ങൾ അവർ അവിടെ ചെയ്ത് ആയുധങ്ങൾ സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടിൻ്റെ പുറത്താണ് ഇസ്രയേൽ അങ്ങനെയൊരു നടപടിക്ക് മുതിരുന്നത്. നമ്മൾ വരും ദിവസങ്ങളിൽ വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ തിരിച്ചും വിഭിന്നമായിട്ട് നാം കേൾക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സത്യത്തിൽ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് നമ്മൾ കേൾക്കുന്ന വാർത്തകൾക്കും ഒക്കെ അപ്പുറമായിട്ടും വിഭിന്നമായിട്ടുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളത് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ മനസ്സിലാക്കുകയും അന്വേഷിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ആ ഒരു പർപ്പസോടാണ് എൻ്റെ ഈ വീഡിയോകളുടെ ഉദ്ദേശം തന്നെ. നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് തന്നെ എത്രയോ സോഴ്സസ് ഉണ്ട്. ഞാൻ ഈ ചാനലിൽ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് എത്രയോ സോഴ്സസ് ഉണ്ട്. എന്നാൽ നമ്മൾ പലപ്പോഴും കാണുന്ന വാർത്തകൾ കണ്ണുമടച്ച് വിശ്വസിക്കാതെ ഈ രീതിയിൽ നിങ്ങളുടെ സോഴ്സുകൾ വെച്ച് അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് സത്യത്തിലേക്ക്, അതാണല്ലോ പറയുന്നത്, നാം അന്വേഷിക്കുകയാണെങ്കിൽ സത്യത്തിലേക്ക് നമ്മളെ വഴി നടത്തുമെന്നാണല്ലോ പറയാറുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പ്രകാരം നിങ്ങൾ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കുവാൻ പാടില്ല. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. തീർച്ചയായിട്ടും ഒരു പുതിയ അപ്ഡേറ്റ്സ് തന്നെയാണത്. വരും ദിവസങ്ങളിൽ ചിലപ്പോൾ അവിടെ വ്യാപകമായിട്ടുള്ള ആക്രമണം നടക്കുവാനുള്ള സാഹചര്യമുണ്ട്. ചിലപ്പോൾ ഈ ആക്രമണത്തിൽ അനേകം പേർ കൊല്ലപ്പെടുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്തു തന്നെയായാലും വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് എനിക്ക് ലഭിക്കുന്നതനുസരിച്ച് ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ വീഡിയോകൾ ചെയ്യുമ്പോൾ അത് ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത ഒരു വീഡിയോയിലേക്ക് വരുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം.